السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, മഹാനായ സഹാബി തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് രണ്ടുപേർ ഒരു ഗോത്രത്തിൽ നിന്ന് ഒരുമിച്ച് വരികയും ഒരുമിച്ച് അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അവരിൽ ഒരാൾ ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, ഇബാദത്തുകളിൽ ഏറെ അധ്വാനിക്കുന്ന വ്യക്തിയായിരുന്നു. രണ്ടാമത്തെ ആൾ അദ്ദേഹത്തിൻ്റെ അത്ര ഇബാദത്തുകളിൽ മുന്നേറിയിരുന്നില്ല. ഈ പറഞ്ഞ ആദ്യത്തെ ആൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലെ യുദ്ധങ്ങളിലൊന്നിൽ പങ്കെടുക്കുകയും എന്നിട്ട് ഷഹീദായി രക്തസാക്ഷിയായി കൊല്ലപ്പെടുകയും ചെയ്തു. മറ്റേയാൾ ഇബാദത്തുകളിൽ ഷഹീദായ ആളെക്കാൾ അത്ര മുന്നിലല്ലാത്ത രണ്ടാമത്തെ വ്യക്തി, ആ സഹാബി, ഒരു വർഷം അധികം ജീവിക്കുകയും സാധാരണ പോലെ മരണപ്പെടുകയും ചെയ്തു. തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ സ്വർഗത്തിൻ്റെ വാതിൽക്കലാണ്. ആ വാതിൽക്കൽ ഇപ്പറഞ്ഞ രണ്ടുപേരെ ഞാൻ കാണുകയാണ്. ഫഖറജ ഖാരിജുൻ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നൊരാൾ പുറത്തേക്ക് വന്നു. ഫഅദിന ലില്ലദീ തൂഫിയൽ ആഖിറ മിൻഹുമ, എന്നിട്ട് അവസാനം മരിച്ച ആൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം നൽകി. ثم خرج, ശേഷം പുറത്തേക്ക് വന്നു. ഫഅദിന ലില്ലദീ ഇസ്തുഷ്ഹിദ്, ഷഹീദായി കൊല്ലപ്പെട്ട ഇബാദത്തുകളിലേറെ മുന്നേറിയ ആൾക്ക് രണ്ടാമത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവാദം നൽകി. എൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇർജി ഫഇന്നക ലം യഅനി ലക ബഅദ്, നീ തിരിച്ചു പോവുക, നിനക്കിവിടെ പ്രവേശിക്കാനുള്ള സമയമായിട്ടില്ല. രാവിലെ തൽഹ റളിയല്ലാഹു അൻഹു ഈ കണ്ട സ്വപ്നം ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. അവരെല്ലാം അത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഷഹീദായി കൊല്ലപ്പെട്ട ഇബാദത്തുകളിൽ ഏറെ മുന്നേറിയ ഇദ്ദേഹത്തെക്കാൾ മുൻപേ ഒരു വർഷം വൈകി മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ സഹോദരൻ സ്വർഗത്തിൽ പ്രവേശിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലും ഈ വിവരമെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മിൻ അയ്യി ദാലിക തഅജബൂൻ, അതിലെന്തിലാണ് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നത്? അതിലെന്ത് അത്ഭുതമാണുള്ളത്? ഫഖാലു യാ റസൂലല്ലാഹ്, സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഹാദാ കാന അശദ്ദ റജുലൈനി ഇജ്തിഹാദൻ സുമ്മ ഇസ്തശ്ഹിദ്, രണ്ടാമത് കയറിയ ആൾ ആദ്യത്തെ ആളെക്കാൾ ഇബാദത്തുകളിൽ മുന്നേറിയ ഷഹീദായി മരിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ ഖദ് മകത ഹാദാ ബഅദഹു സന, ആദ്യം സ്വർഗത്തിൽ കയറിയ ആൾ ഇദ്ദേഹത്തെക്കാൾ ഒരു വർഷം അധികം ജീവിച്ചിട്ടില്ലേ? സഹാബത്ത് പറഞ്ഞു, അതേ നബിയെ. വഅദ്റക റമദാന ഫസാമ, അദ്ദേഹത്തിന് ഒരു റമദാൻ അധികം ലഭിച്ചിട്ടില്ലേ? ആ റമദാനിൽ അദ്ദേഹം നോമ്പെടുത്തില്ലേ? വസല്ല കദ വകദ മിൻ സജ്ദത്തിൻ ഫി സന, ആ ഒരു വർഷം എത്ര സുജൂദുകൾ
അധികം അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി ചെയ്തു. സഹാബത്ത് പറഞ്ഞു, അതേ നബിയെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈന അസ്സമാഇ വൽ അർദ്. ആ രണ്ടു പേർക്കുമിടയിൽ ആകാശഭൂമികൾക്കിടയിലെ വ്യത്യാസമുണ്ട് എന്ന്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതാ ഈ പറയപ്പെട്ട റമദാൻ, ആയുസ്സിലെ അവസരം, അള്ളാഹു അവൻ്റെ ഗ്രന്ഥങ്ങൾ മുഴുവൻ അവതരിപ്പിച്ച പരിശുദ്ധമായ മാസം, അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട, വന്നു കഴിഞ്ഞാൽ അതിവേഗത്തിൽ തിരിച്ചു പോകുന്ന ആ ശ്രേഷ്ഠനായ അതിഥീത നമ്മുടെ മുന്നിൽ ദിവസങ്ങൾക്കപ്പുറം എത്തി നിൽക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആരോഗ്യത്തോടെ ആ മാസത്തിൽ പ്രവേശിക്കാനും മുസ്ലിമീങ്ങളായി അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്ന, അവന് സുജൂദ് ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന, ഒടുവിൽ അവൻ അതെല്ലാം സ്വീകരിക്കുന്ന മുഅ്മിനുകളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിന് റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ചിന്തിക്കുക, ഈ മുന്നിലെത്തി നിൽക്കുന്ന അവസരം ലഭിക്കാതെ പോയ ആളുകളെക്കുറിച്ച്. നമ്മുടെ കൂടെ ഇതിനു മുൻപ് കഴിഞ്ഞ വർഷവും അതിനുശേഷമുള്ള മാസങ്ങളിലും പോരാ, ഏതാനും ദിവസങ്ങൾക്കപ്പുറം പോലും കൂടെ ഉണ്ടായിരുന്ന, ഇന്ന് മണ്ണോട് മണ്ണ് ചേർന്നിട്ടുള്ള ആളുകളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. നമുക്കെങ്ങാനും ആ ദിവസങ്ങൾ വന്നു കിട്ടിയാൽ, റബ്ബുൽ ആലമീൻ അത് നമുക്ക് നൽകിയാൽ, അതുകൊണ്ട് നമുക്ക് ലാഭമില്ലാതെ പോകാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇസ്ലാമിലെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് നമ്മുടെ മുന്നിലെത്തി നിൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാത്തി വ സൗമി റമദാൻ വൽ ഹജ്ജ്. ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് 5 കാര്യങ്ങളിൽ മേലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യം, ആ ഷഹാദത്ത്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ തിരുദൂതനാണ് എന്നുമുള്ള സാക്ഷ്യം, നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുത്തുവിട്ടുക, റമദാനിലെ നോമ്പ്, ഹജ്ജ്. നോക്കൂ, ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിലൊന്നാണത്. അതില്ലെങ്കിൽ ഇസ്ലാമില്ല. ഏതൊരു മുസ്ലിമാണ് റമദാനിനെ അവൻ്റെ ദീനിൻ്റെ സ്തംഭമായി, അതിൻ്റെ അടിസ്ഥാന പാഠമായി മനസ്സിലാക്കാത്തത്? ചെറിയ പ്രായം തൊട്ടേ നമ്മൾ പഠിച്ചു വന്നതാണ്. അതുകൊണ്ട് റമദാനിന് ആരെങ്കിലും നിഷേധിച്ചാൽ, അങ്ങനെ ഒരു നോമ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തു പോകും. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിൻ്റെ ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത 5 സ്തംഭങ്ങളിലൊന്ന് അതാണ് യഥാർത്ഥത്തിൽ റമദാൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മാസം നോമ്പെടുക്കാൻ നമ്മെ ഈമാനിൻ്റെ പേര് വിളിച്ചുകൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശ്രേഷ്ഠമായ മാസത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, റമദാനിൻ്റെ 1ാമത്തെ രാത്രി പ്രവേശിച്ചാൽ, സുഫിദത്തി ശയാത്തീനു വമറദത്തുൽ ജിൻ, പിശാചുക്കളും ജിന്നുകളിലെ കൊടിയ അക്രമികളുമായ ആളുകളും ബന്ധനസ്ഥരാക്കപ്പെടും. വഗുല്ലഖത് അബ്വാബുൻ നാർ, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. ഫലം യുഫ്തഹ് മിൻഹ ബാബുൻ, അതിലൊരു വാതിൽ പോലും തുറക്കുകയില്ല. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങളതാ തുറക്കപ്പെടും. ഫലം യുഗ്ലഖ് മിൻഹ ബാബുൻ, അതിലൊരു വാതിൽ പോലും അടക്കുകയില്ല. വയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ, നന്മ ഉദ്ദേശിക്കുന്നവരെ,
നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ അഖ്ബിൽ, മുന്നോട്ട് വരൂ നിങ്ങൾ. വയാ ബാഗിയ ഷർ, തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ അഖ്സിർ, അവസാനിപ്പിക്കുക, അതിന് മുതിരരുത് നിങ്ങൾ, അത് നിർത്തിക്കളയുക. വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈല, അല്ലാഹു ഓരോ രാത്രിയും, റമദാനിലെ ഓരോ രാത്രിയും നരകത്തിൽ നിന്ന് മോചിതരാക്കുന്ന ആളുകളുണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, ഇന്ന ലില്ലാഹി ഇൻദ കുല്ലി ഫിത്റിൻ ഉതഖാഉ വദാലിക ഫീ കുല്ലി ലൈല. റമദാനിലെ ഓരോ രാത്രിയിലും നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോഴേക്ക് അതാ അല്ലാഹു റബ്ബുൽ ആലമീൻ പലർക്കും നരകമോചനം രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു നരകത്തിൽ നിന്നവരെ മോചിപ്പിക്കുന്നതാണ്. ഈ മാസത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും നന്നായി സൂക്ഷിക്കേണ്ടത്, ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലാഹു എന്തിനു വേണ്ടി നോമ്പ് നിർബന്ധമാക്കിയോ അത് തന്നെയാണ്. ലഅല്ലക്കും തത്തഖൂൻ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുവാൻ വേണ്ടി, റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുവാൻ. അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയാൽ നമ്മൾ നോമ്പെടുക്കുന്നു. അല്ലാഹു പകലിൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, പകലിൽ നമ്മൾ നോമ്പെടുക്കുന്നു. രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കൊള്ളാൻ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഈ മാസത്തിൽ, റമദാൻ മാസത്തിൽ പകലിൽ ഭക്ഷണം കഴിക്കുക ഹറാമാണ്. എന്നിട്ടത് ആ മാസം അവസാനിക്കുമ്പോൾ ഒരു ദിവസം അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു, ഈദുൽ ഫിത്ർ. ആ പകലിൽ നോമ്പെടുക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക ഹറാമാണ്. നോക്കൂ, അല്ലാഹു ഹലാലാക്കിയാൽ അത് പ്രവർത്തിക്കുന്നു. അല്ലാഹു കഴിക്കരുതെന്ന് പറഞ്ഞാൽ കഴിക്കുന്നില്ല, അല്ലാഹു കുടിക്കരുതെന്ന് പറഞ്ഞാൽ കുടിക്കുന്നില്ല. ഇത് അല്ലാഹുവിൻ്റെ അടിമയായ സഹോദര നിനക്കുള്ള ഏറ്റവും നല്ല പരിശീലനമാണ്, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ. കാരണം നീ റബ്ബിൻ്റെ അടിമയാണ്. അല്ലാഹു അവനാണ് റബ്ബ്, അവനാണ് നമ്മുടെ രക്ഷിതാവ്, നമ്മെ പടച്ചവൻ, നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ, സ്വർഗ നരകങ്ങളുടെ റബ്ബ് അവനാണ്. അതുകൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കുവാൻ. ഈ മാസത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുവാൻ, അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ പാലിക്കുവാൻ. അല്ലാഹുവിനുള്ള സൂക്ഷ്മതയിൽ, തഖ്വയുടെ ഇനങ്ങളിൽ ആദ്യത്തെ ഏറ്റവും ഗൗരവത്തിൽ നാം കർമ്മങ്ങളുടെ കാര്യത്തിൽ സൂക്ഷിക്കേണ്ടത് അല്ലാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കാനാണ്. അല്ലാഹു നമുക്ക് നിയമമായി നിശ്ചയിച്ചത് ചെയ്യാനാണ്. ആ അമലുകളിൽ വളരെ പ്രധാനം 5 നേരത്തെ ഫർദായ നിസ്കാരങ്ങളാണ്. 5 നേരത്തെ നിർബന്ധ നിസ്കാരങ്ങൾ. ആദ്യമായി ഒരടിമ അല്ലാഹുവിങ്കിൽ വിചാരണ ചെയ്യപ്പെടുന്നത് അതിൻ്റെ പേരിലാണ്. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സലാത്തുഹു. നാളെ പരലോകത്ത് അല്ലാഹുവിങ്കിൽ ഒരടിമ തൻ്റെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ആദ്യം വിചാരണ നേരിടേണ്ടി വരിക നിസ്കാരത്തെക്കുറിച്ചാണ്. അത് നന്നായാൽ അവൻ്റെ ബാക്കിയെല്ലാം നന്നായി, അത് ദുഷിച്ചു പോയാൽ ബാക്കിയെല്ലാം ദുഷിച്ചുപോയി. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കലും ആ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലിക്കാതെ പോകുന്നവരിൽ നമ്മൾ ഉൾപ്പെട്ടു പോകരുത്. അല്ലാഹു നിർബന്ധമാക്കിയത് ചെയ്യാൻ ഏറ്റവും ശ്രദ്ധ കൊടുക്കുക. അല്ലാഹു ഫർദാക്കിയ, നിർബന്ധമാക്കിയ ഏതേത് കാര്യങ്ങളുണ്ടോ അത് റമദാനിൽ പാഴായി പോകാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധ കൊടുക്കുക. കാരണം അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾക്കാണ് അല്ലാഹു പുണ്യകരമാക്കിയ കാര്യങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളത്. അതുപോലെ അല്ലാഹുവിലേക്ക് അടുക്കാൻ മറ്റൊരു പ്രവർത്തനവുമില്ല അല്ലാഹു ഫർദാക്കിയ കാര്യങ്ങൾ. അതുകൊണ്ട് നിർബന്ധ നിസ്കാരങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക. അതിനുശേഷം സുന്നത്തായ സൽപ്രവർത്തനങ്ങളുടെ കാര്യം അത് ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു അമലി ഇബ്നി ആദമ ലഹ് ഇല്ല സിയാം ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, കുല്ലു അമലി ഇബ്നി ആദമ ലഹ്, ആദമിൻ്റെ പുത്രൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ്. എന്നാൽ ഇല്ല സിയാം, നോമ്പൊഴികെ, ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, അതെനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. നോക്കൂ, മറ്റുള്ള അമലുകളിൽ പലപ്പോഴും അതിൽ റിയാ കടന്നു വരാനുള്ള സാധ്യത ഏറെയുണ്ട്. എന്നാൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പ്രവർത്തനങ്ങളെക്കാൾ ആളുകളെ കാണിക്കാൻ ഒരാളത് പ്രവർത്തിക്കാനുള്ള സാധ്യത കുറവാണ്. അതിന് അയാളെ നയിക്കുന്ന ഘടകങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് 10 ആളുകളിരുന്നാൽ, 10 പേരിരുന്നാൽ, റമദാൻ മാസമാണ്, അതിലൊരാൾക്ക് നോമ്പില്ല എങ്കിൽ അയാളെ തിരിച്ചറിയുക പുറമേക്ക് നോക്കുന്ന ഒരാൾക്ക് സാധ്യമല്ല. റമദാനല്ലാത്തൊരു മാസത്തിൽ 10 പേരിയ്ക്കുന്നു, അതിൽ 9 പേർ നോമ്പില്ലാത്ത ആളുകളാണ്. ഒരാൾ സുന്നത്തായ നോമ്പെടുത്തിട്ടുണ്ട്, ആളുകൾക്ക് അവനെ തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ്.
റിയാ കടന്നു വരാൻ സാധ്യത കുറഞ്ഞ പ്രവർത്തനമാണ്. സബർ മുറ്റി നിൽക്കുന്ന, ക്ഷമ നിറഞ്ഞു നിൽക്കുന്ന അമലാണത്. ക്ഷമക്കുള്ള പ്രതിഫലം കണക്കില്ലാത്ത പ്രതിഫലമാണ്. ഇന്നമാ യുവഫ്ഫ സ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമാലുക്കൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം കണക്കില്ലാത്തതാണ്. അതുപോലെ തന്നെയാണ് നോമ്പിൻ്റെ കാര്യവും. അതിൽ സബർ നിറഞ്ഞു നിൽക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അതിന് വമ്പിച്ച പ്രതിഫലമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വസ്സിയാമു ജുന്ന, നോമ്പെന്നത് ഒരു പരിചയാണ്. നോക്കൂ പ്രിയമുള്ളവരെ, തിന്മകളിൽ നിന്ന് രക്ഷിക്കാനുള്ള പരിചയാണത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളോട് വിവാഹത്തിന് സാധിച്ചില്ല എങ്കിൽ നോമ്പെടുക്കാൻ പറഞ്ഞില്ലേ? യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ് ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫർജ്. ഓ യുവാക്കളുടെ സമൂഹമേ, നിങ്ങളിൽ ആർക്കാണോ സാധിക്കുന്നത് അവരെല്ലാം വിവാഹം ചെയ്തു കൊള്ളട്ടെ. വേഗം വിവാഹം കഴിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. അവരുടെ മാതാപിതാക്കൾ, അവരെ സഹായിക്കാൻ സാധിക്കുന്നവർ അവരതിന് പ്രോത്സാഹിപ്പിക്കുകയും അതിന് സാധിക്കാത്തവരെ സഹായിക്കുകയും ചെയ്യണം. അവരുടെ രക്ഷിതാക്കളുടെ ബാധ്യതയാണത് എന്ന് സുബ്ഹാനല്ലാഹ് ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് വിവാഹം കഴിക്കുക. ഫഇന്നഹു അഗദ്ദു ലിൽബസർ വഅഹ്സനു ലിൽഫർജ്, കണ്ണുകൾ താഴ്ത്താൻ, അതുപോലെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഫമൻ ലം യസ്തതി', ആർക്കതിന് സാധിക്കുന്നില്ലയോ, ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പെടുത്തു കൊള്ളട്ടെ. ഫഇന്നഹു ലഹു വിജാ, അത് അവന് കാവലേകും, അവന് സഹായകരമാകും തിന്മകളിലേക്ക്, വൃത്തികേടുകളിലേക്ക് പോകാതിരിക്കാൻ. കാരണം പിശാച് ആദമിൻ്റെ പുത്രൻ്റെ, മനുഷ്യൻ്റെ രക്തമോടുന്നിടത്തെല്ലാം സഞ്ചരിക്കുന്നവനാണ്. അവൻ്റെ ഭക്ഷണവും വെള്ളവുമെല്ലാം അള്ളാഹുവിന് വേണ്ടി അവനെ ഉപേക്ഷിച്ചാൽ പിശാചിൻ്റെ സഞ്ചാരമാർഗങ്ങൾ കുടുങ്ങിപ്പോകും. അവൻ്റെ പ്രേരണകൾ ഒരുവനിൽ കുറയും. അതിലൂടെ അവന് വ്യഭിചാരം പോലെയുള്ള വൃത്തികേടുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, നോമ്പ് തിന്മകളിൽ നിന്ന് അകറ്റി നിർത്തുന്ന, നന്മകളിലേക്ക് അടുപ്പിക്കുന്ന ശ്രേഷ്ഠമായ അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറയുന്നത്, വസ്സിയാമു ജുന്ന, നോമ്പെന്നത് പരിചയാണ്. വഇദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഖബ്. അതുകൊണ്ട് നോമ്പുകാരനായിരിക്കെ നിങ്ങളിലൊരാളും തന്നെ അശ്ലീലമോ വൃത്തികേടുകളോ പറയരുത്. അവൻ കലഹമുണ്ടാക്കരുത്. ഫഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫലിയഖുൽ ഇന്നി ഇംറുഉൻ സായിം. അവനോട് പോരടിക്കാനോ അവനെ ചീത്ത പറയാനോ ആരെങ്കിലും വന്നാൽ അവൻ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ നോമ്പുകാരനാണ് എന്ന്. വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഖലൂഫു ഫമി സ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ റബ്ബ് തന്നെ സത്യം, നോമ്പുകാരൻ്റെ വായിലെ ഗന്ധം അള്ളാഹുവിങ്കൽ കസ്തൂരിയുടെ ഗന്ധത്തിനേക്കാൾ നല്ല സുഗന്ധമാണ്. വലിസ്സായിമി ഫർഹതാനി യഫ്റഹുഹുമാ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ടായിരിക്കും. ഇദാ അഫ്തറ ഫരിഹ ബിഫിത്രിഹി, അവൻ നോമ്പ് തുറന്നാൽ, അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്ത് റബ്ബിന് വേണ്ടി നോമ്പ് തുറന്നാൽ അവന് സന്തോഷമുണ്ടാകും. റമദാൻ പൂർത്തിയാക്കിയാൽ ഈദുൽ ഫിത്റിൻ്റെ സന്തോഷം അവനുണ്ടാകും. വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, റബ്ബിൻ്റെ അരികിലെത്തിയാൽ ആ നോമ്പ് കൊണ്ട് അവൻ സന്തോഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതവും. ഈ ജീവിതം ഒന്നാകെ എടുത്തു നോക്കിയാൽ അള്ളാഹു ഒരു മാസത്തെ നോമ്പിൽ നമ്മോട് കൽപ്പിച്ചതുപോലെ ആയുസ് അവസാനിക്കുന്നതുവരെ ചിലത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം, ഇങ്ങനെ അള്ളാഹു നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിങ്കിൽ ആ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം വാങ്ങാൻ അവൻ്റെ സ്വർഗത്തിൽ നീ എത്തിയാൽ പിന്നെ നിനക്കുള്ളത് അവസാനിക്കാത്ത ഈദുകളാണ്, സന്തോഷത്തിൻ്റെ മാത്രം നാളുകളാണ്. ഒരിക്കലും തീരാത്ത സുഖങ്ങളുടെ ജീവിതമാണ് അവിടെ ഉണ്ടാവുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ റമദാനിൽ ഏറ്റവും നന്നായി അവനെ സൂക്ഷിക്കുന്ന അടിമകളായി തീരാനും അങ്ങനെ ജീവിച്ചു മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ്. സഹോദരങ്ങളെ, ഈ നോമ്പ് ഒരിക്കലും ചില ആളുകൾക്ക് കടന്നുപോകുന്നത് പോലെ, പണ്ടേ നോമ്പെന്നാൽ ആളുകളെല്ലാം നോമ്പെടുക്കുന്നു, ചുറ്റുമുള്ളവർ നോമ്പെടുക്കുന്നു, വീട്ടുകാർ നോമ്പെടുക്കുന്നു, ജോലി സ്ഥലത്തുള്ളവരും കൂട്ടുകാരുമൊക്കെ നോമ്പെടുക്കുന്നു, അതുകൊണ്ട് ഞാനും നോമ്പെടുത്തങ്ങ് പോകാം, ഈ മാസം എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി
എന്ന രൂപത്തിൽ ചിന്തിക്കുന്ന, ഈമാനിൻ്റെ നനവ് ഹൃദയത്തിലേറ്റിട്ടില്ലാത്ത ആളുകളെ പോലെ നമ്മളാകരുത്. മറിച്ച് ഈമാനോടെ, അള്ളാഹുവിലുള്ള വിശ്വാസത്തോടെ, അവൻ്റെ പ്രതിഫലത്തിലുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. കാരണം അതിനുള്ള പ്രതിഫലം അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞ പ്രതിഫലം നിസാരമായ പ്രതിഫലമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ റമദാൻ മാസം ഈമാനോടെ പ്രതിഫലേച്ഛയോടെ നോമ്പെടുത്തത്, അള്ളാഹുവിലുള്ള വിശ്വാസത്തോടെ അവൻ്റെ പ്രതിഫലത്തിൽ, അവൻ വാഗ്ദാനം നൽകിയ പ്രതിഫലത്തിലുള്ള പ്രതീക്ഷയോടെ നോമ്പെടുത്തൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടുന്നതാണ്. അള്ളാഹു പാപങ്ങൾ പൊറുത്തു തരും. നീ ഈ നോമ്പ് 30 മാസം 30 ദിവസം നോമ്പെടുത്തങ്ങനെ പോയാൽ, നോക്കൂ, നോമ്പെടുക്കുന്ന മുസ്ലിമീങ്ങളുടെ കൂടെ നോമ്പെടുക്കുക പ്രയാസകരമായ ഒരു കാര്യമല്ല, അത് നീങ്ങിപ്പോകും. എന്നാൽ നീ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിന്റെ ഹൃദയം നീ ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ ഓർക്കുക, അവൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുക. അവൻ ഇത് നിർബന്ധമാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ അമൽ ചെയ്യുന്നത് എന്ന ബോധം മനസ്സിലുണ്ടായിരിക്കുക. എങ്കിൽ അതിനുള്ള പ്രതിഫലം സഹോദരങ്ങളെ പാപമോചനമാണ്. അള്ളാഹു നമ്മുടെ തിന്മകൾ പുറത്തു തരും എന്നതാണ്. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, ദുല്ലനി അലാ അമലിൻ അദ്ഖുലു ബിഹിൽ ജന്ന, നബി എനിക്കൊരു പ്രവർത്തനം പറഞ്ഞു തന്നാലും അത് മുഖേന സ്വർഗത്തിൽ പ്രവേശിക്കാനാകുന്ന ഒരു പ്രതിഫലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സൗം, നീ നോമ്പെടുക്കുക, ഫഇന്നഹു ലാ മിത്ല ലഹ്, അതിന് തുല്യമായി മറ്റൊന്നില്ല. നോക്കൂ, സ്വർഗപ്രവേശനത്തിന് ഏറെ സഹായകരമായ പ്രവർത്തനമാണത്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഹുദൈഫ മൻ ഖുതിമ ലഹു ബിസിയാമി യൗമിൻ, ഓ ഹുദൈഫ, ആരാണോ ഒരു നോമ്പുകാരനായിരിക്കെ മരണപ്പെടുന്നത്, യുരീദു ബിഹി വജ്ഹല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൻ നോമ്പെടുത്തത്, അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. റമദാനിൽ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്തുകൊണ്ടിരിക്കെ, നോമ്പുകാരനായിരിക്കെയാണ് നമ്മുടെ റൂഹ് അത് നമ്മിൽ നിന്ന് വിട്ടുപോകാൻ അള്ളാഹു നിശ്ചയിച്ചത് എങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഈ പ്രതിഫലമാണ് കാത്തിരിക്കുന്നത്. അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന പ്രതിഫലമാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നോമ്പിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ആ മാസത്തിൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ധാരാളം നന്മകൾ നോമ്പിൽ നമ്മെ കാത്തിരിക്കുന്നു. ഒരു നന്മ മറ്റൊരു നന്മയിലേക്ക് നയിക്കും എന്ന് പറഞ്ഞതുപോലെ റമദാനിൽ പ്രത്യേകമായി മുസ്ലിമീങ്ങൾ തറാവീഹ് നിസ്കാരങ്ങൾ സംഘടിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതിനുണ്ട്, മഹാന്മാരായ സഹാബത്തിൻ്റെ മാതൃക അതിനുണ്ട്. തീർച്ചയാണ്, യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ജമാഅത്തായി നിസ്കരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. പിന്നീട് സഹാബത്ത് റളിയല്ലാഹു അൻഹും റമദാനിൽ ഇമാമുമാരുടെ കീഴിൽ മുസ്ലിമീങ്ങളെ നിസ്കരിപ്പിച്ചിട്ടുണ്ട്. ദുആ ശ്രേഷ്ഠമായ അമലത നമ്മെ കാത്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരാണോ റമദാനിൽ അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചത്, റമദാനിലെ രാത്രി നിസ്കാരങ്ങൾ അതിന് വലിയ പ്രതിഫലമുണ്ട്. ഈമാനോടെ പ്രതിഫലേച്ഛയോടെ അത് നിർവഹിച്ചാൽ നോക്കൂ, മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഖുർആൻ അത് ധാരാളമായി കേട്ടുകൊണ്ടുള്ള, അള്ളാഹുവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടുള്ള ആ നിസ്കാരങ്ങൾക്ക് വേണ്ടി നാം ഒരുങ്ങുക. അതിനുള്ള തൗഫീഖിനായി മടിയില്ലാതെ, അലസത വരാതെ, അശ്രദ്ധ ബാധിക്കാതെ, മറ്റുള്ള ദുനിയാവിൻ്റെ ഇടപാടുകളിൽ കുടുങ്ങിപ്പോകാതെ അത് നിർവഹിക്കാനുള്ള തൗഫീഖിന് അള്ളാഹുവിനോട് ചോദിക്കുക. വലിയ പുണ്യത്തിൻ്റെ അവസരമാണ് പ്രിയമുള്ളവരെ. ഒരു ഇമാമിന് കീഴിൽ ഒരാൾ രാത്രി നിസ്കരിച്ചാൽ നോക്കൂ, ഒരു പക്ഷേ ഒരു ഇമാം 1 മണിക്കൂർ നേരമായിരിക്കും നിസ്കരിക്കുന്നത്, ചിലപ്പോൾ അതിൽ താഴെയാകാം, അല്ലെങ്കിൽ ഒരൽപ്പം അധികമാകാം. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച പ്രതിഫലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഇശാഇന് നേരത്തെ വന്ന് തറാവീഹ് നിസ്കരിച്ച് തിരിച്ചു പോകാൻ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക. ഈ മാസം എന്നത് അള്ളാഹു അവൻ്റെ കലാം അവതരിപ്പിക്കുന്ന മാസമാണ്. തൗറാത്തും ഇഞ്ചീലുമെല്ലാം, തൗറാത്തും ഇഞ്ചീലും സബൂറുമെല്ലാം അള്ളാഹു അവതരിപ്പിച്ച മാസമാണ് റമദാൻ. അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച മാസവും, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി
വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമദാൻ. ജനങ്ങൾക്ക് സന്മാർഗമായിക്കൊണ്ട്, സത്യാസത്യ വിവേചനമായിക്കൊണ്ട്, സന്മാർഗം അല്ലാഹു വിവരിക്കുന്ന ഗ്രന്ഥമായിക്കൊണ്ട്. അതുകൊണ്ട് നോക്കൂ, ഈ ദീനിൽ ഖുർആനുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന എത്ര എത്ര പ്രവർത്തനങ്ങളാണ് റമദാനിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. റമദാനിലെ ഖുർആൻ പാരായണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ളതാണ്. എല്ലാ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ പരിപൂർണമായി ഓതിക്കേൾക്കുമായിരുന്നു. ഖുർആനിൻ്റെ പാഠം പരിശോധിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അവസാനത്തെ റമദാനിൽ 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ പരിശോധിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ആയുസ് അടുത്തു എന്ന് അതിലൂടെ മനസ്സിലായി. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം ജിബ്രീൽ വന്ന് 2 തവണ ഖുർആൻ ഓതിപ്പിച്ച കാര്യം പറഞ്ഞ് എൻ്റെ ആയുസ് അടുത്തിരിക്കുന്നു എന്ന കാര്യം മകളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, ഖുർആൻ പഠിക്കാനും അത് കേൾക്കാനുമുള്ള മാസം. എന്തിനാണ് തറാവീഹ് നിസ്കാരം? അതാ ഇമാം ധാരാളമായി ഖുർആൻ ഓതുന്നു, പിന്നിലുള്ള മുസ്ലിമീങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുന്നു. റമദാനിൽ മാത്രമല്ല, നിസ്കാരങ്ങൾ ഇമാം ഉച്ചത്തിലോതുമ്പോൾ, ഇമാം സൂറത്തുകൾ ഉച്ചത്തിലോതുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത്. ഖുർആൻ കേൾക്കുക ഇബാദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട സുന്നത്താണ്. അല്ലെ, സഹാബിയോട് നബി പറഞ്ഞില്ലേ, ഖുർആൻ ഓതിത്തരൂ എനിക്ക്. സഹാബി തിരിച്ചു ചോദിക്കാൻ, താങ്കൾക്ക് ഓതിത്തരികയോ? താങ്കൾക്കല്ലേ ഇത് അവതരിപ്പിക്കപ്പെട്ടത്, മറ്റൊരാളിൽ നിന്ന് ഇത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് ഖുർആൻ കേൾക്കുക എന്നത്. അള്ളാഹുവിൻ്റെ കലാമാണ് നമ്മൾ കേൾക്കുന്നത്. ആളുകളുടെ പടപ്പുകളുടെ സംസാരമല്ല, റബ്ബിൻ്റെ, ആകാശഭൂമികളുടെ റബ്ബിൻ്റെ സംസാരം. അവൻ പറഞ്ഞ വാക്കുകൾ, അവൻ നമ്മെ വിളിച്ച വിളികൾ, അവൻ്റെ കൽപ്പനകൾ, അവൻ പറഞ്ഞ ഉദാഹരണങ്ങൾ, അവൻ വിവരിച്ച ചരിത്രങ്ങൾ, സുബ്ഹാനല്ലാഹ്, അവൻ്റെ ഉപദേശങ്ങൾ, അത് കേൾക്കാനുള്ള, അത് മനസ്സിലാക്കാനുള്ള ഭാഗ്യം അത് ചില്ലറ ഭാഗ്യമാണോ? സുബ്ഹാനല്ലാഹ്. ചെവിക്ക് പ്രയാസമുള്ള, ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള മുസ്ലിമായ ഒരു സഹോദരൻ ഒരിക്കൽ പറയുകയുണ്ടായി, ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, ഒരൊറ്റ പ്രയാസമേ മനസ്സിലുള്ളൂ, അള്ളാഹുവിൻ്റെ ഖുർആൻ കേൾക്കാൻ സാധിക്കുന്നില്ലല്ലോ, അതിൻ്റെ പാരായണം കേൾക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന പ്രയാസമാണുള്ളത്. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ആ കലാം, അള്ളാഹുവിൻ്റെ കലാം കേൾക്കുക എന്നത് അവരുടെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കുന്ന കാര്യമാണ്. അവരുടെ ഹൃദയം അതിൽ അതുകൊണ്ട് ചലനമുണ്ടാകും. അവരുടെ തൊലികളിൽ അതിൻ്റെ ചലനമുണ്ടാകും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനുകൾ എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ നടുങ്ങുന്നവരാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നവരാണ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. നോക്കൂ, ഖുർആനിൽ എത്ര ഇടങ്ങളിൽ അള്ളാഹു മുഅ്മിനുകളുടെ സ്വഭാവമായി ഖുർആൻ കേട്ടാൽ കരയുന്നു എന്നത് അവരുടെ സ്വഭാവമായി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഖുർആൻ കേൾക്കാൻ ശ്രമിക്കുക, അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, അതിൻ്റെ അർത്ഥവും ആശയവും തഫ്സീറുമെല്ലാം പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുന്നേന വീണ്ടും പഠിക്കാനുള്ള ആഗ്രഹം ജനിപ്പിക്കുന്ന, ഒരിക്കലും അറിവന്വേഷിക്കുന്നവർക്ക് മതിവരാത്ത വിജ്ഞാനമാണ് അള്ളാഹുവിൻ്റെ കലാമിലുള്ളത്. ധാരാളമായി അത് പാരായണം ചെയ്യുക, അത് ഒരു തല മുതൽ അടുത്ത തല വരെ ഓതി പൂർത്തിയാക്കാൻ ശ്രമിക്കുക. എത്ര തവണയാണോ സാധിക്കുന്നത് അത്ര തവണ. ഒരു തവണ സാധിക്കുമോ, ഒരു തവണയെങ്കിലും അത് റമദാനിൽ തന്നെ പൂർത്തിയാക്കാൻ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അതിൽ കൂടുതൽ സാധിക്കുമോ, അതിൽ കൂടുതൽ സാധിക്കുമോ, എത്ര തവണ സാധിക്കുമോ അത്രയും അത് പഠിക്കാൻ ശ്രമിക്കുക, അത് മനഃപ്പാഠമാക്കാൻ, അതിൻ്റെ തഫ്സീർ മനസ്സിലാക്കാൻ, അതിൽ അള്ളാഹു വിളിച്ചിട്ടുള്ള വിളികളിൽ, നമ്മോട് പറഞ്ഞിട്ടുള്ള കൽപ്പനകളിൽ നാം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കാൻ ഉള്ള മാസമാണ്. റമദാനിൽ നമ്മെ കാത്തിരിക്കുന്ന നന്മകളിൽ മറ്റൊന്നാണ് സദഖകൾ നൽകുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചുവിട്ട ഒരു കാറ്റിനേക്കാൾ റമദാനിൽ ഉദാരമായി ദാനം ചെയ്യുമായിരുന്നു എന്ന് സഹാബത്ത് റളിയല്ലാഹു അൻഹും നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം. നമ്മൾ കൊടുക്കുന്ന ദാനങ്ങളിൽ ഏറെ ശ്രേഷ്ഠതയുള്ള ദാനമാണ് ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നത്, വെള്ളം കൊടുക്കുക എന്നത്, നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുക, വലിയ പ്രതിഫലമുള്ള അമലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സായിമി ഷൈഅ. ആരാണോ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചത്,
നോമ്പെടുത്തയാളുടെ അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചയാൾക്കുണ്ടാകും. നോമ്പെടുത്തയാളുടെ പ്രതിഫലം ഒട്ടും കുറയാതെ. സുബ്ഹാനല്ലാഹ്, നോമ്പല്ലാത്ത സമയത്ത് തന്നെ ആളുകൾക്ക് ഭക്ഷണം നൽകുക ശ്രേഷ്ഠമായ അമലാണ്. അത്ഇമുത് തആം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ഇമുത് തആം, നിങ്ങൾ ഭക്ഷണം നൽകുക. വതീബുൽ കലാം, നിങ്ങൾ സംസാരം നന്നാക്കുക. വഅത്ഇമുത് തആം, നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം നൽകുക. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ നിസ്കരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗപ്രവേശനത്തിന് സഹായിക്കുമെന്ന് പറഞ്ഞ അമലുകളിൽപ്പെട്ടതാണ്. അത് റമദാനിൽ ചെയ്താലോ, ആളുകളെ നോമ്പ് തുറപ്പിക്കുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്താലോ വലിയ പ്രതിഫലമാണ് പ്രിയമുള്ളവരെ നമ്മെ കാത്തിരിക്കുന്നത്. അതുപോലെ റമദാനിൽ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത, അശ്രദ്ധയുണ്ടായിക്കൂടാത്ത ശ്രേഷ്ഠമായ ഇബാദത്താണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത്, ദുആ വർദ്ധിപ്പിക്കുക എന്നത്. റമദാനെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾക്ക് തൊട്ടു ശേഷം, നോമ്പിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾക്ക് തൊട്ടു ശേഷമാണ് അള്ളാഹു പറഞ്ഞത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലിയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരുടെ അടുത്തുള്ളവനാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. അതുകൊണ്ട് അവർ എനിക്ക് ഉത്തരം നൽകിക്കൊള്ളട്ടെ, എന്നിൽ വിശ്വസിച്ചു കൊള്ളട്ടെ, അവർ സന്മാർഗത്തിലാകുവാൻ. അതുകൊണ്ട് ദുആ മറക്കാതിരിക്കുക, ധാരാളമായി അള്ളാഹുവിനോട് തേടുക. എത്ര എത്ര ആളുകളുടെ ഒരുപാട് കാലത്തെ പ്രയാസങ്ങളാണ് റമദാനിലെ ദുആ കൊണ്ട് അള്ളാഹു നീക്കി കൊടുത്തിട്ടുള്ളത്. എത്ര എത്ര ആളുകളുടെ ഒരുപാട് കാലത്തെ ആവശ്യങ്ങളാണ് റമദാനിലെ പ്രാർത്ഥനകളിലൂടെ അള്ളാഹു നിറവേറ്റി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ദുആ ചെയ്യുക. റമദാനിന് മുമ്പേ ആ മാസം ഏറ്റവും നന്നായി നമുക്ക് വന്നെത്താനും ഏറ്റവും നല്ല രൂപത്തിലെ ഇബാദത്തുകൾ ആ മാസത്തിൽ നിർവഹിക്കാനും ദുആ ചെയ്യുക. റമദാനിലും ദുനിയാവിലെയും ആഖിറത്തിലെയുമുള്ള നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കാതിരിക്കുക. അള്ളാഹു ഈ പറഞ്ഞ നന്മകൾക്കെല്ലാം നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ ഷർറുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم احفظ المسلمين في بلادنا واحفظ المسلمين في كل مكان. اللهم عليك بأعداء المسلمين وأعدائك. اللهم منزل الكتاب مجري السحاب هازم الأحزاب سريع الحساب اهزمهم وزلزلهم يا قوي يا عزيز. اللهم مزق ملكهم وشتت شملهم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم بلغنا رمضان ونحن في صحة وعافية، ووفقنا فيه للصيام والقيام وقراءة القرآن، وتقبلها منا يا رب العالمين. وصلى الله وسلم على نبينا محمد.